പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതാ സ്ഥാനാർത്ഥിക്ക് നേരെ ഭീഷണിയുമായി CPM. പാലക്കാട് പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ NDA സ്വതന്ത്ര സ്ഥാനാർത്ഥി ശ്യാമളയ്ക്ക് നേരെയാണ് ഭീഷണിയുമായി CPM രംഗത്തെത്തിയത്. എന്നാൽ ഭീഷണിയുടെ പേരിൽ പിന്മാറില്ലെന്ന് ശ്യാമള വ്യക്തമാക്കി. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽ SC സംവരണം വന്നതോടെയാണ് NDA സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ശ്യാമള തീരുമാനിച്ചത്. എന്നാൽ നാമനിർദ്ദേശ പത്രിക നൽകിയതു മുതൽ പത്രിക പിൻവലിക്കാൻ പറഞ്ഞ് CPM-കാർ തന്നെ ഭീഷണിപ്പെടുത്തുന്നതായാണ് ശ്യാമളയുടെ പരാതി. ശ്യാമള ജോലി ചെയ്യുന്ന ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് ഓഫീസിലെത്തിയായിരുന്നു മുൻ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ ഭീഷണിപ്പെടുത്തൽ. ഇത് ലേഡീസിന്റെ വാർഡും സംവരണ വാർഡും ആയതുകൊണ്ടാണ് ഞാൻ മത്സരിക്കാൻ നിന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ ഇവിടെ ഉള്ള ഒരാൾ വിളിച്ച് പറഞ്ഞു എൻ്റെ അടുത്ത് നോമിനേഷൻ പിൻവലിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞതിന് ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ പണിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഈ നേതാവും പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും കൂടെ കാണാൻ വന്നു. LDF-ന്റെ ആൾക്കാർ വന്നു. അവിടെ വന്നിട്ട് നോമിനേഷൻ പിൻവലിക്കാൻ പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല. തെരഞ്ഞെടുപ്പിൽ എതിരാളികളെ മത്സരത്തിലൂടെയാണ് തോൽപ്പിക്കേണ്ടത്, അല്ലാതെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തിയും പത്രിക പിൻവലിപ്പിച്ചല്ല ജയിക്കേണ്ടതെന്നും ശ്യാമള പറയുന്നു. ഞാൻ നിൽക്കണ്ടെന്ന് ഞാനാണ് തീരുമാനിക്കുക, അല്ലാണ്ട് പാർട്ടിക്കാരൊന്നല്ല. അത് പ്രത്യേകിച്ച് എന്നെ എതിർക്കണ പാർട്ടിക്കാരും അല്ല. എനിക്ക് ഇത്രയും കാലം രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല, ഇനി രാഷ്ട്രീയമുണ്ട്. ഇനി രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിൽ ജനാധിപത്യ രീതിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുക്കുവാനും മത്സരിക്കുവാനും ഇന്ത്യയിലെ ഒരു വോട്ടർ എന്ന നിലയ്ക്ക് തനിക്കും അവകാശമുണ്ട്. ശക്തമായ മത്സരവുമായി താൻ മുന്നോട്ടു പോകുമെന്നും ശ്യാമള വ്യക്തമാക്കി. ജനം, പാലക്കാട്.